ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ തഥാഗത, നിങ്ങളുടെ പേര് കണ്ടിട്ട് പിന്നെ ആലോചിക്കുന്നുണ്ടാവും അല്ലെ, തഥാഗത എടുത്താണല്ലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സിൽ തഥാഗതയാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾ കുറെ പേരൊക്കെ കണ്ടിരുന്നു, കമന്റുകളൊക്കെ ടീച്ചർ കണ്ടു, ഒരുപാട് സന്തോഷം കേട്ടോ. പക്ഷെ അതല്ല, പാഠമല്ല ടീച്ചർ പറയണേ. തഥാഗത എന്നുള്ള വാക്ക് നിങ്ങളും പുതുതായിട്ട് കേട്ടതായിരിക്കില്ലേ? നമ്മൾ ആദ്യമായിട്ട് കേട്ടൊരു വാക്കായിരിക്കാം പലരും അല്ലെ. അപ്പൊ ഈ വാക്കിന് എന്തോ ഒരു പ്രത്യേകത ഇല്ലേടാ? കേൾക്കുമ്പോ തന്നെ ഒരു രസമൊക്കെ ഉണ്ട് അല്ലെ. ആ കഥയെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നതും കുറെ കൂടെ ഭംഗിയുള്ളതാക്കുന്നതും എന്ത് തന്നെയാണ്? അതിന്റെ ശീർഷകം, ഒരു കൗതുകമൊക്കെ ഉണ്ടാക്കുന്ന തഥാഗത, എന്തപ്പത് എന്നൊക്കെ നമുക്ക് തോന്നില്ലേ? അപ്പൊ ആ ഒരു ശീർഷകം അത്രയും പ്രാധാന്യമുണ്ട് ആ കഥയോട് ചേർന്ന് നിൽക്കുന്നതിൽ അല്ലെ. അപ്പൊ അത് ഉറപ്പായിട്ടും നമുക്ക് വരുന്ന ഒരു സാധ്യതാ ചോദ്യമാണ് തഥാഗത എന്ന ശീർഷകത്തിന്റെ ഔചിത്യം. അപ്പൊ എങ്ങനെയാ അത് ചോദിക്കുക പരീക്ഷയില്? ഇങ്ങനെ ചോദിച്ചു എന്നിരിക്കട്ടെ. എങ്ങനെ? തഥാഗത എന്ന ശീർഷകം അമ്മയുടെ ജീവിതാവസ്ഥകളെ പ്രതിഫലിപ്പിക്കുന്നത് എങ്ങനെ? ഈ വാക്ക് അമ്മയുടെ കഥയിലുള്ള, അക്ഷിത എഴുതിയ തഥാഗത എന്ന കഥയിലുള്ള അമ്മയുടെ ജീവിത അവസ്ഥകളെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വാക്ക് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്കറിയാലോ ആ വാക്കിന്റെ അർത്ഥം എന്താന്ന് നിങ്ങൾക്കറിയാലോ? ഒന്നുകൂടെ ഓർത്തു നോക്കാൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധ്യതാ ചോദ്യമാണ് കേട്ടോ. അപ്പൊ തഥാഗത എന്ന് പറയുന്നത് എന്താണ്? അതൊരു പാലി ഭാഷാ പദമാണ്. മലയാളം അല്ല അല്ലെ, ഹിന്ദി അല്ല അല്ലെ, സംസ്കൃതം അല്ല. അത് ഏത് ഭാഷയാണ്? പാലി ഭാഷാ പദമാണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഗൗതമ ബുദ്ധനോ അല്ലെങ്കിൽ മറ്റു ബുദ്ധന്മാരെയോ ഒക്കെ വിളിക്കാൻ വേണ്ടി ബുദ്ധനുമായി സൂചിപ്പിക്കപ്പെട്ട ഒരു പദമാണ് ഇത് തഥാഗത എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ പോയവൻ എന്നുള്ള ഒരു അർത്ഥം. തഥാ ഗത അല്ലെ, ഗതം അല്ലെ എന്ന് നമ്മൾ പറയും അല്ലെ. അപ്പൊ തഥാഗത, അങ്ങനെ പോയവൻ എന്നുള്ള അർത്ഥത്തിൽ അല്ലെ അത് ഉപയോഗിക്കും. അങ്ങനെ വന്നവൻ തഥാ ആഗത അല്ലെ, തഥാ ആഗത എന്ന് നമ്മൾ ഉപയോഗിക്കും. അങ്ങനെ പോയിട്ടില്ലാത്തവൻ തഥാ അഗത അല്ലെ എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യും? ഇങ്ങനെ പല അർത്ഥത്തിൽ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഓർമ്മകൾ വന്നും പോയും ഇരിക്കുന്ന സ്ത്രീ എന്ന അർത്ഥത്തിലാണ് അക്ഷിതയുടെ കഥയില് എന്ത് ചെയ്തിരിക്കണത്? തഥാഗത എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്തിനെ കുറിച്ചാണ് നമ്മളുടെ കഥയിൽ പറയുന്നത്? അമ്മയുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ട അവസ്ഥയെ കുറിച്ചാണ് അല്ലെ. അപ്പൊ ഓർമ്മകൾ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെയും മകളുടെയും കഥയാണ് തഥാഗത എന്ന് പറയുന്നത്. അപ്പൊ പ്രായമാകുമ്പോൾ നമുക്കറിയാം, വീട്ടിൽ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറേശ്ശെ ഓർമ്മയൊക്കെ നഷ്ടപ്പെടും, കാഴ്ച നഷ്ടപ്പെടുന്ന പോലെ അല്ലെ, കേൾവി നഷ്ടപ്പെടുന്ന പോലെ പതുക്കെ ആളുകളെയൊക്കെ മറക്കും അല്ലെ. ഭൂരിഭാഗം ആളുകളുടെ കുറച്ച് ആളുകളെങ്കിലും. അപ്പോ ഇങ്ങനെ പ്രായമായ ആളുകൾ ഉണ്ടെങ്കിൽ അറിയാം അല്ലെ, കുഞ്ഞു കുട്ടികളുടെ മാതിരിയാവും അവരുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ അല്ലെ ഈ ഒരു അൽഷിമേഴ്സ് അല്ലെങ്കിൽ സ്മൃതി നാശം എന്ന് പറയുന്ന രോഗത്തിനൊക്കെ സാധ്യത കൂടുതലാണ് പ്രായമായ ആളുകൾക്കിടയിൽ. ഞരമ്പ് ചുരുങ്ങുന്ന അസുഖമൊക്കെ അല്ലെ സംഭവിക്കാറുണ്ട് ഇടയ്ക്ക്. അപ്പോ ഇത്തരത്തില് വൃദ്ധയായ അല്ലെ ഒരു അമ്മ അല്ലെ, അമ്മയുടെയും മകളുടെയും കഥയാണ്. ഈ അമ്മയ്ക്കാണെങ്കിൽ മകളെ തന്നെ മറന്നു പോയിരിക്കുകയാണ്. അമ്മയുടെ ഓർമ്മകളിൽ അല്ലെ നഷ്ടപ്പെട്ടു പോയ മകളുടെ മാനസികാവസ്ഥയിലൂടെയാണ് കഥ പോകുന്നത് അല്ലെ. അമ്മമാരുടെ ഓർമ്മകളിൽ മരിച്ച് അല്ലെ നമ്മള് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു അർത്ഥമില്ല എന്ന് തിരിച്ചറിയാണ് അവിടെ ഈ മകള്. അപ്പൊ ഈ മകളുടെ ചിന്തകളും അമ്മയുടെ ഈ ഓർമ്മകളും ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് കഥയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇടയ്ക്ക് അല്ലെ സ്വിച്ചിട്ട് പോലെ അമ്മയുടെ ഓർമ്മകൾ പെട്ടെന്ന് ഒന്ന് കത്തി മാഞ്ഞു പോകും അല്ലെ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലേ? ഏതാ കിഷ്കിന്ദ കാണ്ഡം അല്ലെ, കണ്ടിട്ടുണ്ടോ? OTT റിലീസൊക്കെ ആയി അല്ലെ 19-ാം തീയതി. അപ്പൊ ഭയങ്കര രസമുള്ള സിനിമയാണ് അല്ലെ. അതില് വിജയരാഘവൻ അവതരിപ്പിച്ച കഥാപാത്രം അല്ലെ, അയാളുടെ ഓർമ്മ എന്ത് ചെയ്യണോ ഇങ്ങനെ മിന്നി മാഞ്ഞു പോവാണ്. ഇടയ്ക്ക് ഓർമ്മ വരും, ചില കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും, ചിലത് അയാൾക്ക് ഓർമ്മയുണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനെ രസമുള്ള ഒരു സിനിമയാണ്. അപ്പൊ അതേപോലെ അത് മനുഷ്യർക്കിടയിൽ സംഭവിക്കുന്ന കാര്യമാണ്, അതൊരു ഭാവന മാത്രമല്ല അല്ലെ. അപ്പൊ അങ്ങനെ ഓർമ്മകൾ വന്നും പോയി കൊണ്ടിരിക്കുകയാണ്, വരുന്നു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ തഥാഗത എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പാഠത്തെ സംബന്ധിച്ച് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ശീർഷകമാണ്. വിചാരിക്കാത്തപ്പോ കയറി വന്ന് അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകുന്ന തഥാഗതയായിട്ട് എന്റെ അമ്മ എന്നെ നോക്കുന്നു, എത്ര നിർമ്മമമായ നോട്ടം എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ കഥാകാരി എഴുതുന്നുണ്ട് കേട്ടോ. അപ്പൊ തഥാഗതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധനാണ്. പ്രതീക്ഷിക്കാതെ കടന്നു വരികയും, തഥാഗതൻ അല്ലെ പ്രതീക്ഷിക്കാതെ കടന്നു വരികയും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ആ വാക്ക് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ടീച്ചർ അല്ലെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെ അതെന്ത് ചെയ്തത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ മറന്നു പോകരുത്, പരീക്ഷയ്ക്ക് ഷുവർ ആയിട്ട് എന്ത് ചെയ്യും അത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ അല്ലെ, എസ് ആയിരിക്കാൻ ചോദിക്കുന്നത്, ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കാം. അപ്പൊ എത്ര മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എഴുതാൻ പറ്റണം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഉഷാറായിട്ട് പഠിക്കണം. ഇനി എത്ര ദിവസങ്ങളൊക്കെ പരീക്ഷയ്ക്കുള്ളൂ. അപ്പൊ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ബൈ.